ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കരലായനി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കരയെ ഒന്ന് അലിയിച്ചെടുക്കണം. ശർക്കര ചീകി ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു വന്നോളും. വെള്ളമൊക്കെ തിളച്ച് ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ശർക്കരയിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്ട്രെയിനർ കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ ശർക്കരയും നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. ഇനി പാനൊന്ന് കഴുകിയ ശേഷം ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം തേങ്ങയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ഏത്തപ്പഴം ഞാനൊന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ പഴം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഴം ഒരു ഫോർക്ക് കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ശർക്കരലായനി കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പം തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബേബി വിറ്റയുടെ റൈസ് ബനാന പൊടിയാണ്. അത് ഞാനിപ്പോൾ ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഈ ഒരു മിക്സ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ സ്നാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.